ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജയസ് വേഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു പന്നാരമാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടുന്നത് ഞാൻ 150 ഗ്രാം അരി എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് കോത്തെടുത്തിട്ടുണ്ട്. അരി ഞാൻ കഴുകി കോത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കണം. പിന്നെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്, 50 ഗ്രാം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ ഉഴുന്നും അരിയും മുട്ടയും കൂടെ ഒന്ന് തന്നെ ഈ തേങ്ങ കൊത്തി അരിഞ്ഞെടുക്കണം, ചെറിയ ഉള്ളി അരിഞ്ഞെടുക്കണം. ഒരു ജാറിനകത്ത് നമുക്ക് ഈ പച്ചരി ഇട്ട് കൊടുക്കാം. കൂത്ത് വെച്ചതാണ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഉഴുന്നും കൂടെ ഇട്ട് കൊടുക്കാം. അരയ്ക്കാനുള്ള വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. അരിയും ഉഴുന്നും കൂടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ടേണേ. ആവശ്യത്തിന് അടിച്ചെടുത്തിട്ട് വരാം. മാവ് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് ഇത് തയ്യാറാക്കാനുള്ള ഒരു പാത്രം അടുപ്പ് കത്തിച്ച് വെച്ച് കൊടുക്കാം. ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ച് തേങ്ങ കൊത്തിട്ട് കൊടുക്കാം. തേങ്ങ ഒരു പകുതിയോളം ആയിട്ട് മുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയാണ് 50 ഗ്രാം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഒന്ന് റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചട്ടിയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. നമുക്ക് തയ്യാറാക്കാം. ഇപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കിതിൽ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. റെഡി ആയിട്ടുണ്ട്. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വേഗം. നമ്മുടെ പന്നിയാരം റെഡി ആയിട്ടുണ്ട്. അപ്പം പന്നിയാരം റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് 4 മണിക്കുള്ള ചായക്ക് നല്ല ബെറ്ററാണിത്. കുഞ്ഞുങ്ങൾ കഴിക്കും, വലിയവർക്കും എല്ലാവർക്കും നല്ലതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.